നമസ്കാരം. ആണവായുധമല്ല, എന്നാൽ ആണവ ബോംബിനോളം തന്നെ നാശം വിതയ്ക്കാൻ ശേഷിയുള്ള ഒരായുധം. അതാണ് റഷ്യൻ യുദ്ധവിമാനങ്ങൾ ഉക്രൈനിൽ പ്രയോഗിച്ചു തുടങ്ങിയത്. എന്താവും സംഭവിക്കുക? ആഗോള സൈനിക നിരീക്ഷകരെ പോലും ഞെട്ടിച്ചുകൊണ്ട് റഷ്യ യുദ്ധകളത്തിലിറക്കിയ ഫാവ് 3000 ഗ്ലൈഡ് ബോംബുകൾ ഇന്ന് ലോക ചർച്ചകളുടെ കേന്ദ്രബിന്ദുവാണ്. ഉക്രൈനിന്റെ വിവിധ മേഖലകളിൽ റഷ്യ ഈ ഭീമൻ ബോംബുകൾ ഉപയോഗം വർദ്ധിപ്പിച്ചതായാണ് റിപ്പോർട്ട്. അതായത് ഉക്രൈൻ പ്രാദേശികളായ ഒറിഹിനും ഷുറോവിനും നേരെ റഷ്യൻ എയറോസ്പേസ് സേന നടത്തിയ ആക്രമണങ്ങളിൽ ഈ ബോംബുകൾ ഉപയോഗിച്ചതായാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെടുന്നത്. ആക്രമണത്തിൽ ഉക്രൈന്റെ 63ാമത് മെക്കാനൈസ്ഡ് ബ്രിഗേഡിൽ താൽക്കാലിക വിന്യാസ കേന്ദ്രങ്ങൾ നശിപ്പിച്ചു എന്ന് റഷ്യ അവകാശപ്പെടുന്നുണ്ട്. യുദ്ധഭൂമിയിൽ ഈ ബോംബുകളുടെ വർദ്ധിച്ച സാന്നിധ്യം റഷ്യയുടെ പുതിയ ആക്രമണ തന്ത്രത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ്. ഫാവ് 3000 എന്ന പേര് തന്നെ അതിന്റെ വലിപ്പത്തിന്റെ സൂചനയാണ്. ഏകദേശം 3000 കിലോഗ്രാം ഭാരമുള്ള ഈ ബോംബിൽ 1.4 ടൺ ഉയർന്ന സ്ഫോടക വസ്തുക്കളാണ് അടങ്ങിയിരിക്കുന്നത്. സോവിയറ്റ് കാലഘട്ടത്തിൽ വികസിപ്പിച്ച ഈ ബോംബ് ആദ്യം രൂപകൽപ്പന ചെയ്തത് കോൺക്രീറ്റ് ബങ്കറുകൾ, ഭൂഗർഭ ഷെൽട്ടറുകൾ, കോട്ട കെട്ടിയ പ്രതിരോധ കേന്ദ്രങ്ങൾ, വ്യവസായ സമുച്ചയങ്ങൾ തുടങ്ങിയ അതീവ സുരക്ഷിത ലക്ഷ്യങ്ങൾ തകർക്കാനായിരുന്നു. സാധാരണ ബോംബുകൾക്ക് തകർക്കാനാവാത്ത കനത്ത പ്രതിരോധ സംവിധാനങ്ങളെയാണ് ഈ ആയുധം ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇന്ന് ഫാവ് 3000നെ ഭയപ്പെടുത്തുന്നതാക്കി മാറ്റിയിരിക്കുകയാണ് അതിന്റെ വലിപ്പം മാത്രമല്ല, അതിന്റെ പുതിയ സാങ്കേതിക നവീകരണം കൂടിയാണ്. റഷ്യ ഈ ബോംബുകൾക്ക് UMPK എന്ന യൂണിവേഴ്സൽ മോഡുലാർ പ്ലാറ്റ്ഫോം കിറ്റ് ഘടിപ്പിച്ചിരിക്കുകയാണ്. ചിറകുകളും ഉപഗ്രഹ നിയന്ത്രിത ഗൈഡൻസ് സംവിധാനങ്ങളും ഉൾപ്പെടുന്ന ഈ സംവിധാനം പരമ്പരാഗതമായി നേരെ താഴേക്ക് പതിക്കുന്ന ബോംബിനെ ദീർഘദൂര കൃത്യതയാർന്ന ഗ്ലൈഡ് ബോംബാക്കി മാറ്റുകയാണ്. ഇതോടെ ലക്ഷ്യസ്ഥാനത്തു നിന്നും 10,000 മീറ്റർ അകലെ നിന്നുകൊണ്ട് തന്നെ റഷ്യൻ യുദ്ധവിമാനങ്ങൾക്ക് ബോംബുകൾ വിക്ഷേപിക്കാൻ സാധിക്കും. ഇത് റഷ്യൻ പൈലറ്റുകൾക്ക് വലിയ സുരക്ഷാ നേട്ടമാണ് നൽകുന്നത്. Su-34 പോലുള്ള യുദ്ധവിമാനങ്ങൾക്ക് ഉക്രൈന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പരിധിക്ക് പുറത്തു നിന്നുകൊണ്ട് തന്നെ ആക്രമണം നടത്താൻ സാധിക്കും. ബോംബ് ഒരിക്കൽ വിക്ഷേപിച്ചാൽ അതിന്റെ ചിറകുകളുടെ സഹായത്തോടെ അത് ലക്ഷ്യത്തിലേക്ക് ഗ്ലൈഡ് ചെയ്ത് എത്തും. ഇതിലൂടെ പൈലറ്റുകൾക്ക് ശത്രുവിന്റെ മിസൈൽ പ്രതിരോധ മേഖലയിൽ പ്രവേശിക്കാതെ തന്നെ ആക്രമണം പൂർത്തിയാക്കാൻ കഴിയുന്നു. എന്തായാലും ഫാവ് 3000ന്റെ നാശശേഷി അതിലും ഭയാനകമാണ്. പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തലുകൾ അനുസരിച്ച് ഈ ബോംബിന്റെ സ്ഫോടനം ഏകദേശം 230 മീറ്റർ ചുറ്റളവിൽ സമ്പൂർണ്ണ നാശം വിതയ്ക്കാൻ ശേഷിയുള്ളതാണ്. അതിന്റെ ഷോക്ക് വേവും സ്ഫോടനത്തിൽ നിന്നും പുറത്തേക്ക് പറക്കുന്ന ലോഹ കഷ്ണങ്ങളും 1 കിലോമീറ്ററിലധികം ദൂരത്തേക്ക് മാരകമായി ബാധിക്കാനിടയുണ്ട്. ഭൂഗർഭ ബങ്കറുകൾക്കും ശക്തമായ കോൺക്രീറ്റ് നിർമ്മിതികൾക്കും പോലും ഈ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ നിന്നും രക്ഷപ്പെടുക ദുഷ്കരമാണ്. ഈ ബോംബുകളുടെ വ്യാപകമായ ഉപയോഗം റഷ്യയുടെ പുതിയ ഡീപ് ബാറ്റിൽ സൈനിക സിദ്ധാന്തത്തിന്റെ ഭാഗമാണ് എന്നാണ് സൈനിക നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. മുൻനിര ട്രെഞ്ചുകളും നേരിട്ട് ആക്രമിക്കുന്നതിന് പകരം അവയ്ക്ക് പിന്നിലുള്ള ലോജിസ്റ്റിക് കേന്ദ്രങ്ങൾ, വെടിമരുന്ന് സംഭരണ കേന്ദ്രങ്ങൾ, കമാൻഡ് പോസ്റ്റുകൾ, സൈനിക വിന്യാസ കേന്ദ്രങ്ങൾ എന്നിവയെ ലക്ഷ്യമിടുകയാണ് റഷ്യയുടെ പുതിയ സമീപനം. ശത്രുവിന് മുന്നണി പോരാളികളെ നേരിട്ട് ആക്രമിക്കുന്നതിന് പകരം അവരുടെ ഭക്ഷണവും വെടിമരുന്നും പിന്തുണയും എത്തിക്കുന്ന ശൃംഖലകളെ തകർക്കുക എന്നതാണ് ഈ തന്ത്രത്തിന്റെ ലക്ഷ്യം. ഈ സമീപനം വിജയിച്ചാൽ മുന്നണിയിലെ സൈനികർക്ക് ആവശ്യമായ സഹായങ്ങൾ ലഭിക്കാതെ വരികയും പ്രതിരോധ നിരകൾ തകരുകയും ചെയ്യും. യുദ്ധഭൂമിയിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ കുറച്ചുകൊണ്ട് ശത്രുവിനെ ക്രമേണ ദുർബലപ്പെടുത്തുക എന്നതാണ് റഷ്യയുടെ കണക്കുകൂട്ടൽ. ചുരുക്കി പറഞ്ഞാൽ റഷ്യ ഉക്രൈൻ യുദ്ധം ഇന്ന് വെറും ഭൂവിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു പോരാട്ടമല്ല, മറിച്ച് ഭാവിയിലെ യുദ്ധ സാങ്കേതിക വിദ്യകളുടെ പരീക്ഷണശാലയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രോണുകൾ, കൃത്രിമ ബുദ്ധി, കൃത്യതയാർന്ന മിസൈലുകൾ, ഗ്ലൈഡ് ബോംബുകൾ എന്നിവ ഈ പുതിയ യുഗത്തിൽ യുദ്ധഭൂമിയുടെ നിയമങ്ങൾ തന്നെ പുനരെഴുതപ്പെടുകയാണ്.